രാഹുൽ ഈശ്വർ ഇവിടെ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ രാഹുൽ ഈശ്വർ ഉണ്ടെന്ന് ഞാൻ എൻ്റെ ഓർമ്മ സംവിധാനം രഞ്ജിത്തുമായി ബന്ധപ്പെട്ട പരാതി ആണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് രഞ്ജിത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആഞ്ഞടിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ ഈശ്വർ തർക്കം ഉണ്ടാവുകയും ചെയ്തൊരു ചർച്ച. അപ്പോൾ അതിന് കാലങ്ങൾക്കിപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പറയാൻ ഉള്ള ഏക നാവായി രാഹുൽ ഈശ്വർ വന്നിരിക്കുന്നത് വിധി വൈപരീത്യം, കാലം കറങ്ങി വരുന്നു എന്നുള്ളതാണല്ലോ. പോട്ടെ, രാഹുൽ ഈശ്വർ ഇവിടെ അവന്തിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു ട്രാൻസ് വുമൺ, അവർക്ക് അതിഭീകരമായ അനുഭവം രാഹുൽ ഈശ്വറിൽ ഉണ്ടാകുന്നു. മെസ്സേജ് രൂപത്തിലാണ്, അല്ലാതെ ഫിസിക്കൽ അറ്റാക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അവന്തിക പറയുന്നുണ്ട്. അത് ഇങ്ങനെ ഉള്ളിൽ കിടന്ന് നീറുന്നു. ഒരു സമയത്ത് അവന്തികയെ ഈ പറയുന്ന റിപ്പോർട്ടർ ഫോണിൽ വിളിച്ച് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവന്തിക ഭയന്ന് അതില്ലെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന നടി പുറത്തു വന്ന കാര്യങ്ങൾ പറയുന്നു. കുറേയധികം ഇരകൾക്ക് ആ വെളിപ്പെടുത്തൽ ധൈര്യം കിട്ടുന്നു. ഈ പറയുന്ന ഹണി ഭാസ്കരൻ രംഗത്ത് വരുന്നു. കുറേ അധികം പേർ വന്നു. അക്കൂട്ടത്തിൽ ഞാൻ അന്ന് ഭയന്നിരുന്ന കാര്യം പറയാനുള്ള ഭീതി എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നു. ഞാനത് പറയുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഏതോ പഴയ ഓഡിയോകൾ പുറത്തുവിട്ടാൽ അതിൻ്റെ സാധുത റദ്ദാവുമോ രാഹുൽ ഈശ്വർ? ശരി ഹാഷ്മി, ബാക്കിയുള്ളവർക്ക് കൊടുത്തതിൻ്റെ 1/3 സമയം എനിക്ക് തരണം. അതായത് ഏകദേശം 2-2.5 മിനിറ്റ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു സൗഹൃദവും മമതയും ഇല്ല. എന്നെ സ്ലോ പോയിസൺ ആണെന്നും ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണെന്നും മുസ്ലിം ലീഗ് ക്യാമ്പിൽ പരസ്യമായി വിളിക്കുകയും ഞങ്ങൾ തമ്മിലിരുന്ന ചർച്ചയിൽ അർണബ് ഗോസ്വാമി നോർത്ത് ഇന്ത്യയിൽ പോയിസണും രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ എന്ന് പറയുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എനിക്ക് യാതൊരു സൗഹൃദവും രാഹുൽ മാങ്കൂട്ടത്തിനോടില്ല. ഒരു കാര്യം ഇവിടെ ഞാൻ വെളിപ്പെടുത്തുക കൂടെ ചെയ്യാം. പുരുഷ കമ്മീഷൻ അവതരിപ്പിക്കാൻ കേരള നിയമസഭയിൽ ഞങ്ങൾക്ക് ഷംസീർ സാർ സ്പീക്കർ സമയം തന്നിട്ട് തലേ ദിവസം ശ്രീ വി ഡി സതീശൻ അത് ബ്ലോക്ക് ചെയ്തു. ഞാൻ ഷാഫി പറമ്പിലിനെ വ്യക്തിപരമായി കുഞ്ഞാലിക്കുട്ടി സാറിനെ വിളിച്ചു പറഞ്ഞു, ഷാഫി പറമ്പിലിനെ വിളിച്ചു, ഞങ്ങൾ ഷാഫിയെ കാണാനൊരു നീക്കം നടത്തി. ആ പുരുഷ കമ്മീഷന് നീക്കവും തടഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എനിക്ക് യാതൊരു വ്യക്തിപരമായ സൗഹൃദവും ഇല്ല, മമതയും ഇല്ല. രണ്ടാമത്തെ പോയിന്റ്, പക്ഷെ എനിക്ക് മര്യാദയുണ്ട്. ബോധമുള്ള ആർക്കാണെന്ന് ആ കമ്മീഷൻ കൊടുത്ത് നിൽക്കാൻ പറ്റിയ രാഹുൽ ആരെ കുറ്റം പറയാൻ പറ്റിയ ഡീൽ ചെയ്യാനുള്ള പറഞ്ഞോളൂ. അല്ല പോട്ടെ, അത് മറ്റൊരു വിഷയം. പോട്ടെ, ഇത് അല്ല അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നെഹ്റൂവിയൻ ലെഫ്റ്റ് ലിബറൽ സെക്കുലർ പ്രോഗ്രസീവ് ആണ്. അത് തന്നെയാണ് വി ഡി സതീശൻ സാർ. പോട്ടെ, അപ്പം അത് ഞാൻ പറഞ്ഞത്, എനിക്ക് യാതൊരു വ്യക്തിപരമായ താല്പര്യമില്ലാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നെ എതിർപ്പുമാണ്. രണ്ടാമത്തെ കാര്യം, പക്ഷേ നമ്മൾ മിനിമം മര്യാദയും മാന്യതയും കാണിക്കണം. അതായത് മിനിമം സത്യസന്ധത. നമുക്ക് നമ്മളോടൊരു സത്യസന്ധത വേണം. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അവരുടെ ജീവിതം തകരുന്നതിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നാളെ ഹാഷ്മിക്കെതിരെ, അനിൽകുമാർ സഖാവിനെതിരെ, അല്ലെങ്കിൽ ജിൻഡോ ജോണിനെതിരെ, രാഹുൽ ഈശ്വറിനെതിരെ ഇതേപോലൊരു വ്യാജ പരാതി വന്ന് നമ്മുടെ ജീവിതം, ജോലി, ശമ്പളം എല്ലാം ഇല്ലാതാകും. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആര് പറയുന്നേ? രാഹുൽ പറഞ്ഞില്ലല്ലോ വ്യാജപരാതി, അല്ല മാങ്കൂട്ടം പറഞ്ഞില്ലല്ലോ വ്യാജപരാതിയാണ്. ഇത് വ്യാജപരാതിയാണെന്ന് ഞാൻ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ലിബറൽ പ്രോഗ്രസീവ് കളിച്ചോട്ടെ. ഇപ്പോഴും എന്റെ സുഹൃത്തെന്നൊക്കെയാണ് വിളിക്കുന്നത്, വിളിച്ചോട്ടെ. സന്ദീപ് വാര്യരെ കെട്ടിപ്പിടിച്ച് സന്ദീപ് വാര്യർക്ക് ഒരു സല്യൂട്ടും കൊടുത്തുകൊണ്ട് ഞാൻ അവന്തികയുടെ കള്ളം പൊളിച്ചെടുക്കാം. ഓഗസ്റ്റ് 1 8:24 അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിലിന് അങ്ങോട്ട് വിളിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന് അങ്ങോട്ട് സന്ദേശം അയക്കുന്നു. അതിൽ ആ വോയിസ് നോട്ടിൽ ക്ലിപ്പായി, അതായത് മറ്റേ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനായി എനിക്കെന്താ പരാതി കൊടുക്കാൻ അറിയില്ലേ, എനിക്ക് പാർട്ടി വഴി പോകാൻ അറിയില്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ സുഹൃത്താണ്, എനിക്കിങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ശേഷമാണോ റേപ്പ് ചെയ്യാൻ തോന്നി എന്ന് പറയുന്നത്? ഓഗസ്റ്റ് 1 വരെ റേപ്പ് ചെയ്യാൻ തോന്നി എന്ന് പറയാത്ത അവന്തിക ഓഗസ്റ്റ് 1 ശേഷം ഈ റേപ്പ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞതിന് എന്താ അർത്ഥം? കള്ളമല്ലേ? അവന്തികയ്ക്ക് പുറത്തു പറയാൻ പേടിയാണ്. പരാതി കൊടുക്കണ്ടേ? തീർന്നില്ല. അവന്തികയ്ക്ക് പേടിയാണ് പറയാൻ. എന്നാ ഓഗസ്റ്റ് 1 ഈ ഭയം ഇല്ലാത്ത എന്താ? രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ചതല്ലേ? BJP പോട്ടെ, പ്രശാന്ത് ശിവൻ അടക്കമുള്ള ശക്തനായ ഒരു നേതാവിന്റെ അടക്കം സൗഹൃദമുണ്ട്, BJP-യോട് ചേർന്ന് നിൽക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിക്കുന്നത് എന്തിനാ? പക്ഷേ മനഃപൂർവ്വം അതിനുശേഷം ഈ വാർത്തകൾ വന്നപ്പം തന്റെയും കൂടെ വാർത്ത ഇരിക്കട്ടെ എന്ന് ചിന്തിച്ച് ആ രീതിയിൽ അവന്തിക കളിച്ചതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തകർന്നു വീണു. അല്ല രാഹുലെ, ഇനി അവന്തിക പറഞ്ഞ ആ പരാതിയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെക്ക്. തീർക്കട്ടെ സാറേ. ഇനി അവന്തിക പറഞ്ഞ ആ പരാതി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെക്ക്. ആ കൺഫ്യൂഷൻ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പോ നമ്മളാ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിന്നാലെ കുറേയധികം പരാതികൾ വന്നു. അത് ചില കള്ളനാണയങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അതിൽ ചില കള്ളനാണയങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല എന്ന് കരുതി എല്ലാ പരാതിയും റദ്ദാവോ? ഇനി അടുത്തത് പറഞ്ഞാണ്. ഞാൻ തീർത്തോട്ടെ. ഞാൻ ടൈമർ വെച്ചല്ലേ തീർത്തോട്ടെ. ഇനി അതിനെക്കുറിച്ച് ഒരു വരി കൂടെ പറയുന്നുള്ളൂ.
ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് ഉണ്ട് എന്നാണ് അവന്തിക പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സംസാരിച്ചപ്പോൾ റേപ്പിന്റെ കാര്യം പറഞ്ഞ് അത് റെക്കോർഡായിട്ടുണ്ടാകും. ഇനി ടെലിഗ്രാമിൽ മെസ്സേജ് ആണെങ്കിൽ അത് ഡിസപ്പിയറിംഗ് ആണെങ്കിലും വേറൊരു ഫോണിൽ ഫോട്ടോ എടുത്തു വെക്കാം. അവന്തികയുടെ ഒരു തെളിവുമില്ല. 2, റിനി ആൻഡ് ജോർജിന്റെ ഒരു തെളിവുമില്ല. രാഹുൽ 2020 എനിക്ക് അശ്ലീല മെസ്സേജ് അയച്ചു എന്ന് പറയുന്നു. തെളിവ് എവിടെ? സ്ക്രീൻഷോട്ട് എവിടെ? വേറൊരു ഫോണിൽ ഫോട്ടോ എടുത്ത് എവിടെ? അങ്ങനെ ഒന്നുമില്ല. ഇനിയും ഒരു പോയിന്റ് കൂടെ ഹാഷ്മിയെ കുറിച്ചാണ്. മഹാഭാരതത്തിൽ ഭീഷ്മ പിതാമഹൻ ഒരു ട്രാൻസ്ജെൻഡർ മുമ്പിൽ പകച്ചു നിന്നതിന് ശേഷം വേറെ ആരും ഇത്ര പകയ്ക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അത് ഹാഷ്മിയിൽ ഞാൻ ഇന്ന് കണ്ടു. എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അവന്തിക എന്തിന് മൊഴി മാറ്റി, എന്തിന് സ്റ്റാൻഡ് മാറ്റി, അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ എന്ത് ഭയത്തിന്റെ പേര് വിളിച്ചു, ചുമ്മാ അങ്ങ് പറയുകയാണ്. ഇനി 2 തീർന്നില്ല. കോൺഗ്രസ്സുകാർ സപ്പോർട്ട് ചെയ്യുന്ന രാഹുലെ ഈ അവന്തിക എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വുമൺ ആണ്. ഈ പറയുന്ന രീതിയിൽ ബാക്കിയുള്ളവർക്ക് 10 മിനിറ്റ് കൊടുത്തില്ലേ? പകുതി പറഞ്ഞു തീർത്തോട്ടെ. കോൺഗ്രസിനോട് യാതൊരു ആഭിമുഖ്യവും പ്രത്യേകമായിട്ടില്ല. ശശി തരൂർ സ്വന്തം ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് അർണബ്ജി, എന്റെ സുഹൃത്തു കൂടായ അർണബ്ജി ക്യാമ്പയിൻ ചെയ്തപ്പോ ശശി തരൂർ വീഴുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചാൻസ് കിട്ടുമെന്ന് വിചാരിക്കുന്നവരാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ പ്രതിരോധിക്കുമെന്നൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വപ്നത്തിൽ വിചാരിക്കരുത്. പക്ഷെ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആൾക്കാർ, മുസ്ലിം ലീഗിന്റെ ആൾക്കാർ, കേരള കോൺഗ്രസിന്റെ ആൾക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കണം. എന്തുകൊണ്ട്? ഇതുവരെ ഒരു പരാതിയില്ല, പരാതിയിൽ കേസില്ല, കേസിൽ അന്വേഷണമില്ല, കോടതിയിൽ സമർപ്പിക്കുന്നില്ല, കോടതി വിധിയില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാ രാജിവെക്കുന്നേ? ഇത് മുകേഷിന്റെ കാര്യത്തിൽ ശ്രീ സുരേഷ് ഗോപി മാത്രമാണ് പറഞ്ഞത്. സുരേഷ് ഗോപി കൈ ഉയർത്തി മാധ്യമങ്ങളോട് ചോദിച്ചു, കോടതി എന്തെങ്കിലും പറഞ്ഞോ മുകേഷിനെ കുറിച്ചെന്ന്. കോടതി പറയുന്നത് വരെ ആരും രാജിവെക്കേണ്ട കാര്യമില്ല. ഇവിടെ പരാതിയില്ല, പോലീസ് കേസില്ല, അന്വേഷണമില്ല, കോടതിയുടെ വിധിയോ. രാഹുൽ ധാർമ്മികത എന്നൊരു വാക്കുണ്ടെന്നേ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാ രാജിവെക്കുന്നത്? രാഹുൽ ധാർമ്മികത എന്നൊരു വാക്കുണ്ട്. ധാർമ്മികത എന്നൊരു വാക്കുണ്ട്. ഞാൻ പറയാം ഒന്നല്ല 1-2 ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഓഡിയോ ക്ലിപ്പുകൾ ഒന്നിൽ പറയുന്നുണ്ട് ഈ പറയുന്ന രീതിയിൽ. ഓർത്തു നോക്കൂ, ഈ ഗർഭിണി എന്ന് പറയുന്ന സമയം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അങ്ങേയറ്റം വൈകാരികമായ സമയമാണ്, അങ്ങേയറ്റം ചേർത്ത് പിടിക്കേണ്ട സമയമാണ്. ഇത് പിതാവാരെന്നറിയാത്ത ഒരു കുഞ്ഞ് വയറ്റിൽ വളരുന്ന ഒരു സ്ത്രീയോട് ക്രൂരമായി പെരുമാറുന്ന വർത്താനം നമ്മൾ കേട്ടു. ക്രൂരമാണ്, മനസാക്ഷി വിരുദ്ധമാണ് അല്ലേ? അത് കേട്ടിട്ടും താങ്കൾ ഈ പറഞ്ഞ കേസ് എന്നൊക്കെ പറയാമോ? ഒരു സെക്കൻഡ് ആ ക്ലിപ്പ് മുഴുവനായിട്ട് ഞാൻ കേട്ടു. എനിക്ക് 10 സെക്കൻഡ് തരണം. ആ ക്ലിപ്പ് മുഴുവനായിട്ട് ഞാൻ കേട്ടു. ആ ക്ലിപ്പ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ ഗർഭിണി എന്നാണ്. എനിക്ക് എന്റെ തല പൊള്ളുന്നു. എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഞാൻ ടെൻഷൻ അടിക്കുന്നു. അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി, കൂടെ ഒരു പെൺകുട്ടി കൂടെ ഉണ്ട്. ഈ പെൺകുട്ടിയുടെ വോയിസ് മാസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ ഒരു പെൺകുട്ടി നിന്ന് പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതായത് ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്നു, കൊല്ലാൻ നോക്കുന്നു എന്ന് പറ. ഇത്തരം കാര്യങ്ങൾ പ്രോംപ്റ്റ് ചെയ്ത് രാഹുലിനെ കൊണ്ട് ന്യൂസ് വാല്യൂ ഉള്ള വേർഡ്സ് ഇടിയിക്കുകയാണ്, അതായത് കൊല്ലുന്നതിനെ കുറിച്ച്. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷമിച്ച് ചോദിക്കുകയാണ്, നീ എന്താ സിനിമാ കഥ പറയുകയാണോ? എന്ത് ഭ്രാന്താണ് നീ പറയുന്നതെന്ന്. ദൈവത്തെ ഓർത്ത് രാഹുലിനെതിരെ കേസെടുത്ത് അന്വേഷിക്ക്. അനിൽകുമാർ സഖാവ് പറഞ്ഞതുപോലെ ഒരു കുട്ടിയെ കൊന്നിട്ടുണ്ടെങ്കിൽ കേസെട്. പക്ഷെ ഒരു കേസുമില്ല, അന്വേഷണവും ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നതിൽ എന്തർത്ഥമാണ്? അല്ല രാഹുൽ ഈശ്വർ, എല്ലാത്തിനെയും നമുക്ക് നിയമത്തിന്റെ കള്ളിയിൽ, എല്ലാത്തിനെയും നമുക്ക് ഇപ്പൊ നോക്കൂ അവിടെ ഉമാ തോമസ് എം എൽ എ രാജിവെക്കണമെന്ന് പറയുന്നു, കെ രമ എം എൽ എ രാജിവെക്കണമെന്ന് പറയുന്നു, ഇവിടെ ദീപ്തി മേരി വർഗീസ് രാജിവെക്കണമെന്ന് പറയുന്നു, ഷാനി മോൾ ഉസ്മാൻ പറയുന്നു പൊതുപ്രവർത്തനം നിർത്തണമെന്ന് പറയുന്നു, ഷമാ മുഹമ്മദ് പറയുന്നു, ഇവിടുത്തെ കോൺഗ്രസിന്റെ സകല നേതാക്കളും വനിതാ നേതാക്കളും ഒക്കെ പറയാ. അവരെന്തുകൊണ്ടാ പറയുന്നത്? അവർ പറയുന്നത് ഈ പറയുന്ന രാഷ്ട്രീയതാവിന് ഉണ്ടാവേണ്ട ഈ പറയുന്ന പ്രോജ്വലമായ ധാർമ്മികത എന്താണ് ബലി കഴിച്ചു രാഹുൽ എന്നതുകൊണ്ടല്ലേ പറയുന്നേ? ഞാൻ 2 വരി പറയാൻ അവസരം തന്നെ. 2 വരി. ഒന്ന്, കമ്മ്യൂണിസ്റ്റുകാർ കൂടെ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം പ്രതിരോധിക്കും, പിന്നീട് അന്വേഷിക്കും. BJP-ക്കാർക്ക് കൂടെ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആദ്യം പ്രതിരോധിക്കും, പിന്നീട് അന്വേഷിക്കും. കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ആദ്യം വലിച്ച് താഴെ ഇടും, ആ സ്ഥാനത്ത് കയറിയിരിക്കാൻ നോക്കും, പിന്നീട് അന്വേഷിക്കും. ആ പരിപാടി നടക്കില്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ ജനങ്ങൾ ഇറങ്ങണം. കാര്യം ഉമാ തോമസ് മാഡത്തോടാണ്. മാഡം, എന്റെ വീട്ടിൽ 2 ആൺകുട്ടികളാണ് വളർന്നു വരുന്നത്. നാളെ വ്യാജ പരാതിയിൽ അവരുടെ ജീവിതം ഇല്ലാതാകരുത്. നാളെ രാഹുൽ ഈശ്വറിനോ ഹാഷ്മിക്കോ ഇത് പറ്റാം, നാളെ ജിൻഡോ ജോണിനോ അൽകുമാർ സഖാവിനോ ഇത് പറ്റാം. ഏതെങ്കിലും ഒരു പരാതി വന്നാൽ നമ്മുടെ ജോലി, നമ്മുടെ ജീവിതം പോകുന്ന ഈ പരിപാടി അവസാനിപ്പിച്ചേ പറ്റൂ. കാര്യം നാളെ ഏതൊരു പുരുഷനെയും ഇതേപോലെ ആക്രമിക്കാൻ ഒരു അവസരമുണ്ട്. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുകയാണെന്ന് പറയാൻ കോൺഗ്രസ്സുകാർക്ക് നട്ടലുണ്ടാകണം, സത്യസന്ധത ഉണ്ടാകണം. ഇനി രാഹുൽ മാങ്കൂട്ടം, ഇനി ഒരു കാര്യം കൂടെ തുറന്നു പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചാരയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെവിക്ക് പിടിച്ചൊരു കിഴുക്ക് കൊടുത്ത്, മേലാ നീ ഇത്തരത്തിൽ ഫ്ലേർട്ട് ചെയ്ത് നടക്കരുത്, മര്യാദ കാണിക്കണം, മാന്യത കാണിക്കണം എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപദേശം നന്നാക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന്റെ പേരിൽ ക്രിമിനൽ കുറ്റം ചെയ്യാത്ത എന്തോ പറയുന്നേ രാഹുൽ, എന്തോ പറയുന്ന വല്ല ധാരണയുണ്ടോ? അല്ലല്ല രാഹുൽ ഈശ്വർ എന്തോ പറയുന്ന വല്ല ധാരണയുണ്ടോ? എന്തോ പറയുന്ന ധാരണയുണ്ട്. ഇവിടെ ഒരു ഗർഭിണിയായ സ്ത്രീയെ ഉപദ്രവിക്കുന്നു, ഒരു ഗർഭിണിയായ സ്ത്രീയെ മാനസികമായി പീഡിപ്പിക്കുന്നു, നിന്നെ കൊല്ലാൻ സെക്കൻഡുകൾ മതി എന്ന് പറയുന്നു. എന്നാ പെൺകുട്ടി പറയുന്നു.
ഒരു സെക്കൻഡ് ഹാഷ്മി, ഇത് മനഃപൂർവ്വം പറയിക്കാൻ വേണ്ടി ആ സ്ത്രീ പറഞ്ഞതാണ്. എങ്ങനെയാണ് ആ പെൺകുട്ടി ആദ്യം അങ്ങോട്ട് പറയുന്നു നിനക്ക് എന്നെ കൊല്ലാൻ പറ്റുമോ. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഈ ഉത്തരം പറയിപ്പിക്കാൻ രാഹുൽ ഈശ്വരോട് ചോദിക്കുകയാണ് നിനക്ക് എന്നെ കൊല്ലാൻ പറ്റുമോ ചോദിച്ചാൽ രാഹുൽ ഈശ്വരോടനെ പറയുമോ നിന്നെ കൊല്ലാൻ എത്ര സെക്കൻഡ് വേണം എന്ന് രാഹുൽ ഈശ്വർ പറയോ? ഇല്ല, ഞാൻ പറയൂ ഇല്ല, നമ്മുടെ ചിന്ത വരില്ല. എടുത്തോ അവര് വൈകാരികപരമായി വ്യക്തിപരമായി അവരുടെ പ്രൈവസിയിൽ സംസാരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയല്ല. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി പരാതി കൊടുക്കട്ടെ, കേസ് കൊടുക്കട്ടെ, ആ കേസിന്റെ മേൽ കേസ് എടുക്കട്ടെ. അല്ലാതെ ഏതർത്ഥത്തിൽ അത് അന്വേഷിക്കുന്നത്? പോലീസുകാരുണ്ട് ഇതുവരെ കേസ് എടുക്കാത്തത്. രാഹുൽ ഞാൻ തൈപ്പയിന്ന് എന്തോ ഹഫീസോ ആരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്, അത് കേസൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. ഇതൊരു എന്തായാലും പരാതി അങ്ങനെ കാര്യമായ ഏതെങ്കിലും വിരകളുടെ പരാതി ഒന്നും വന്നിട്ടില്ല. മാത്രമല്ല എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ പരാതിയുടെ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല.